നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. നീക്കെ ഭൂമിക്ക് ഉടൻ നികുതി നിശ്ചയിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. ചേർത്ത് നിർത്തലിന്റെ കഥകൾ തുടർന്ന് സർക്കാർ. ഷംസീനയ്ക്കൊപ്പം ബാലകൃഷ്ണനും കുടുംബവും ഇനി ഭൂമിയുടെ അവകാശികൾ. 5 ജില്ലാ റവന്യൂ അസംബ്ലികൾ തിങ്കളാഴ്ച മുതൽ ചേരും. വാർത്തകൾ വിശദമായി. മലബാർ മേഖലയിലെ നികുതി കെട്ടാത്ത ഭൂമി പ്രശ്നത്തിന് നികുതി നിശ്ചയിച്ച് ഉടൻ പരിഹാരം കണ്ടെത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സെറ്റിൽമെന്റ് കാലത്ത് ഭൂമിയിൽ നിന്നുള്ള ആദായത്തിന്റെ കണക്ക് വെച്ചാണ് നികുതി നിശ്ചയിച്ചിരുന്നത്. ആദായം ലഭിക്കാത്ത പാറക്കുളം തുടങ്ങിയ സ്ഥലങ്ങൾ നികുതി കെട്ടുന്നതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇത്തരം ഭൂമികളാണ് നികുതി കെട്ടാത്ത നീക്കെ ഭൂമി എന്നറിയപ്പെട്ടിരുന്നത്. മലബാർ മേഖലയിലെ നീക്കെ ഭൂമി എന്നറിയപ്പെടുന്ന അൺഅസസ്ഡ് ഭൂമികൾക്കാണ് നികുതി സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഇതോടെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്. കേരള ഭൂനികുതി നിയമം നിലവിൽ വന്നതിനാൽ സെറ്റിൽമെന്റ് കാലത്ത് അൺഅസസ്ഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമികൾക്ക് നികുതി നിർണ്ണയിക്കുന്നതിന് നിലവിലുണ്ടായിരുന്ന മലബാർ ലാൻഡ് രജിസ്ട്രേഷൻ ആക്ട് റിപ്പീൽ ചെയ്യുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു. റിപ്പീൽ ഓർഡിനൻസ് നിയമസഭയിൽ സമർപ്പിച്ച് അംഗീകാരം തേടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ചുണ്ടായ കോടതി വ്യവഹാരത്തിൽ റദ്ദാക്കൽ ഓർഡിനൻസ് യഥാസമയം നിയമസഭ മുമ്പാകെ സമർപ്പിച്ചില്ലെന്ന് സർക്കാർ അഭിഭാഷകൻ സത്യവാങ്മൂലം നൽകിയ സാഹചര്യത്തിൽ മലബാർ ലാൻഡ് രജിസ്ട്രേഷൻ അനുസരിച്ചു മാത്രമേ ഭൂമിക്ക് നികുതി നിശ്ചയിക്കാനാകൂ എന്ന് കോടതി നിർദ്ദേശിച്ചു. ഇതുമൂലം നീക്കെ ഭൂമിയുടെ നികുതി നിശ്ചയിക്കുന്നതിന് കഴിയാതെ വന്നു. റവന്യൂ മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരമുള്ള പരിശോധനയിൽ റിപ്പീൽ ഓർഡിനൻസ് നിയമസഭ മുമ്പാകെ സമർപ്പിച്ച് അംഗീകാരം നേടിയതായി രേഖകൾ നിയമവകുപ്പ് കണ്ടെത്തുകയും ഇക്കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കേരള ഭൂനികുതി നിയമപ്രകാരം നീക്കെ ഭൂമികൾക്ക് നികുതി നിശ്ചയിക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. പുതിയ ലാൻഡ് റവന്യൂ കമ്മീഷണറായി ചുമതലയേറ്റ ജീവൻ ബാബു കെ IAS ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ വിവിധ സെക്ഷനുകളുടെ പ്രവർത്തനങ്ങൾ പ്രാഥമികമായി അവലോകനം ചെയ്തു. കമ്മീഷണറേറ്റിലെ വിവിധ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ, വകുപ്പിന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ, ഫയൽ അദാലത്ത് പുരോഗതി, ജില്ലാ സബ് ഡിവിഷണൽ തല, താലൂക്ക് തല ഓഫീസുകളുടെ പ്രവർത്തന ഏകോപനം തുടങ്ങിയ വിഷയങ്ങൾ വിലയിരുത്തി. യോഗത്തിൽ കമ്മീഷണറേറ്റിലെ അസിസ്റ്റന്റ് കമ്മീഷണർമാർ, ഫിനാൻസ് ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു. റവന്യൂ വകുപ്പിന്റെ വിഷൻ ആൻഡ് മിഷൻ 2021-26 ഭാഗമായി 5 ജില്ലകളിലെ ജില്ലാ റവന്യൂ അസംബ്ലി സെപ്റ്റംബർ 15 മുതൽ 18 വരെ തിരുവനന്തപുരം PTP നഗറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ചേരും. സെപ്റ്റംബർ 15 ഉച്ചയ്ക്ക് 2 മണിക്ക് പാലക്കാട് ജില്ലാ റവന്യൂ അസംബ്ലിയും 5 മണിക്ക് തിരുവനന്തപുരം ജില്ലാ റവന്യൂ അസംബ്ലിയും നടക്കും. 16 വൈകിട്ട് 5 കൊല്ലം ജില്ലയിലെയും 17 വൈകിട്ട് 5 ആലപ്പുഴയിലെയും 18 വൈകിട്ട് 5 മണിക്ക് കോട്ടയത്തെയുമാണ് ജില്ലാ റവന്യൂ അസംബ്ലി ചേരുന്നത്. യോഗത്തിൽ റവന്യൂ മന്ത്രിയും അതത് ജില്ലകളിൽ നിന്നുള്ള മന്ത്രിമാരും MLAമാരും ജില്ലാ കളക്ടർമാരും മറ്റു ജില്ലാതല റവന്യൂ ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ, സർവേ ഡയറക്ടർ തുടങ്ങിയവർ പങ്കെടുക്കും. 23 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. ബാലകൃഷ്ണനും കുടുംബവും ഇനി ഭൂമിയുടെ അവകാശികൾ. കാസർഗോഡ് ടൗൺ ഹാളിലെ പട്ടയമേള അവസാനിച്ചപ്പോൾ വെള്ളരിക്കുണ്ട് താലൂക്കിലെ ബാലകൃഷ്ണന്റെയും കുടുംബത്തിന്റെയും 23 വർഷത്തെ കാത്തിരിപ്പിനാണ് അവസാനമായത്. മാലോത്തെ ലോട്ടറി വിൽപ്പനക്കാരനായ ബാലകൃഷ്ണന്റെ എക്കാലത്തെയും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായ ഒരു തുണ്ട് ഭൂമി. ഭാര്യയോടും 2 മക്കളോടുമൊപ്പം മാലോത്തെ വാടക വീട്ടിലായിരുന്നു കഴിഞ്ഞ 23 വർഷമായി ബാലകൃഷ്ണൻ താമസിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെക്കാലം ലോട്ടറി വിൽപ്പന നടത്തിയാണ് അദ്ദേഹം തന്റെ കുടുംബം പോറ്റുന്നത്.
ദിവസവും പുലർച്ചെ കയ്യിൽ ലോട്ടറി പുസ്തകം പിടിച്ചിറങ്ങുമ്പോൾ മക്കൾക്കായി ഒരു തുണ്ട് ഭൂമിയെങ്കിലും ഉണ്ടാക്കണം, സ്വന്തം മണ്ണിൽ വീട് പണിയണം എന്നു മാത്രമായിരുന്നു മനസ്സ് നിറയെ. ആ ആഗ്രഹമാണ് ഇന്ന് സഫലമായിരിക്കുന്നത്. പനത്തടി വില്ലേജിലെ ചാമുണ്ടിക്കുന്ന് പ്രദേശത്താണ് വനഭൂമി പട്ടയത്തിലൂടെ കുടുംബത്തിന് 50 സെന്റ് ഭൂമി അനുവദിച്ചത്. 10 സെന്റ് പുരയിടത്തിനും 40 സെന്റ് കൃഷി ആവശ്യങ്ങൾക്കുമായാണ് ഭൂമി നൽകിയത്. സ്വന്തമായ ഭൂമി എന്നത് ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യമായപ്പോൾ വളരെയധികം സന്തോഷവുമുണ്ട്. ബാലകൃഷ്ണന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് സ്വന്തം മണ്ണ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സംതൃപ്തിയാണ്. കാസർഗോഡ് ടൗൺ ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേളയിൽ 60 വനഭൂമി പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ചേർത്ത് നിർത്തലിന്റെ കഥകൾ തുടരുന്നു. സർക്കാർ എന്നും ഷംസീനയ്ക്കൊപ്പം. 23-കാരിയായ ഷംസീനയുടെ ജീവിതത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട വർഷമാണ് 2025. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതിരുന്ന ഷംസീനയ്ക്ക് ജീവന്റെ പാതിയായി അഭിരൂപ് കൂട്ടായത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു. വിവാഹ ചടങ്ങിൽ വധുവിന്റെ രക്ഷിതാവായി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറും അടുത്ത ബന്ധുക്കളായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TV മധുസൂദനനും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും. കാസർഗോഡ് ടൗൺ ഹാളിൽ നടന്ന പട്ടയമേളയിൽ പുരുഷാരങ്ങളെ സാക്ഷി നിർത്തി 10 സെന്റ് ഭൂമിക്ക് അവകാശി കൂടിയായി മാറിയിരിക്കുകയാണ് ഷംസീന. അത് നൽകിയതാവട്ടെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജനും. കൈപ്പേറിയതായിരുന്നു ഷംസീനയുടെ കുട്ടിക്കാലം. തീരാ യാതനകളിലൂടെ കടന്നുപോയ തന്റെ ജീവിതത്തിന് വിരാമമിട്ടുകൊണ്ട് 10 വർഷം മുൻപാണ് ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പടന്നക്കാട് പ്രവർത്തിക്കുന്ന കേരള മഹിളാ സമക്യ സൊസൈറ്റിയിൽ ഷംസീന എത്തുന്നത്. കാസർഗോഡ് നടന്ന ജില്ലാതല പട്ടയ വിതരണമേളയോടനുബന്ധിച്ചാണ് മറ്റ് 1502 പേർക്കൊപ്പം ഷംസീനയും ഭൂമിയുടെ കൈവശാവകാശ രേഖ സ്വന്തമാക്കിയത്. വെസ്റ്റ് എളേരിയിലെ ചായോത്ത് പാലാത്തടത്താണ് ഷംസീനയ്ക്ക് ഭൂമി പതിച്ചു കിട്ടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.